ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് തവണ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞ കാര്യമാണ് SSC CGL CHSL എക്സാമിനേഷന്റെ ഇംഗ്ലീഷിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റി. ആ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ഒരു CGL അല്ലെങ്കിൽ CHSL എക്സാമിനേഷനോട് കൂടി കൂടുതൽ അതിനൊരു പ്രാധാന്യം കൈവന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ CHSL എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. CGL എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. CGL എക്സാമിനേഷന് എഴുതിയ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം QAയും RAയും വളരെ എളുപ്പമാണ്. പക്ഷേ ഇംഗ്ലീഷും GKയും അത്യാവശ്യം നല്ല ലെവലിൽ തന്നെയാണ് ചോദിച്ചത്. GK ആണെങ്കിൽ ആർക്കും 5, 6, 7 ക്വസ്റ്റ്യൻ മാത്രമാണ് പലർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നത്. ഇംഗ്ലീഷ് അത്യാവശ്യം നന്നായിട്ട് അറ്റൻഡ് ചെയ്ത ആൾക്കാർ കട്ട് ഓഫ് കടക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ CGL എക്സാമിനേഷന് Tier 2 എക്സാം എഴുതി ജസ്റ്റ് 1 മാർക്ക് അല്ലെങ്കിൽ 1/2 മാർക്കിന് മാത്രം കട്ട് ഓഫ് പോയ ആൾക്കാർ പോലും ഈ വർഷം ഒരു 110, 115 റേഞ്ചിലാണ് പലരും സ്കോർ ചെയ്തത്. 115, 120 റേഞ്ചിൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് QAയും RAയും നല്ല മാർക്കുണ്ട്, എന്നാൽ ഇംഗ്ലീഷിന്റെ മാർക്ക് കുറഞ്ഞു. സോ ഇംഗ്ലീഷ് നോർമലി ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ TCS പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് എന്താണോ അത് ബൈ ഹാർട്ട് ആക്കും, അല്ലെങ്കിൽ സെയിം പാറ്റേൺ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകും. അതേ പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്ത് വരും. നമുക്ക് വൊക്കാബുലറി ആണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കും. നമുക്ക് ഫുൾ ഔട്ട് ഓഫ് ഫുൾ 50 ഔട്ട് ഓഫ് 50 അല്ലെങ്കിൽ 45+ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇംഗ്ലീഷ് മാറിയിരിക്കും. എന്നാൽ അങ്ങനെയല്ല, ഇപ്പം വന്നിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല ലെവലുള്ള ഇംഗ്ലീഷ് നല്ല രീതിയിൽ അറിയുന്ന ഒരാൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് CGL എക്സാം ആണെങ്കിലും CHSL എക്സാം ആണെങ്കിലും ഇംഗ്ലീഷിന് നടന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു നിലവാരം അങ്ങനെയാണ്. അപ്പോൾ ഇംഗ്ലീഷിന് 2 ടൈപ്പ് ഓഫ് ആൾക്കാർ ഡെഫിനറ്റ്ലി ഉണ്ടാവും. നമ്മൾ QA അല്ലെങ്കിൽ RA പറയുന്നത് പോലെയല്ല. ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആണ്. ആ ലാംഗ്വേജ് നമ്മൾ ഏറ്റവും ചെറുപ്പം തൊട്ടേ നന്നായിട്ട് വായനാശീലമുള്ള നോവൽ വായിച്ചു വരുന്ന ആൾക്കാർ, അതേപോലെ തന്നെ ചെറുപ്പം തൊട്ടേ ന്യൂസ് പേപ്പേഴ്സ് വായിച്ചു വരുന്ന ആൾക്കാർ, ഇംഗ്ലീഷ് നമ്മൾ മലയാളം പോലെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വൊക്കാബുലറി ഒരുപാട് പരിചയം ഉണ്ടാവും. ഗ്രാമറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗ്രാമർ റൂൾസ് ഒന്നും അറിയില്ല, പക്ഷേ അവർക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. അവർക്ക് ഇംഗ്ലീഷ് ഒരിക്കലും 40, 45 ഒരിക്കലും കുറയില്ല. എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷിന് വേറെ രീതിയിലുള്ള പ്രിപ്പറേഷൻ ആവശ്യമില്ല. എന്നാൽ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് ബാക്കി 2 ഏരിയയും QAയും RAയും സ്ട്രോങ് ആയി കഴിഞ്ഞാലും ഇംഗ്ലീഷ് ഇല്ലാതെ ഒരിക്കലും കട്ട് ഓഫ് കിടക്കില്ല എന്ന ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ, ഇപ്പം ഞാനൊരു Tier 2 ലെവലിലാണ് പറയുന്നത്. Tier 1 ലെവലിലോ അല്ലെങ്കിൽ CGL 2026 എങ്ങനെ ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്യാം എന്നല്ല ഞാൻ ഇതിൽ പറയുന്നത്. ഈ Tier 2 എക്സാം 2026 ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യമോടെ CGL 2025 Tier 2 എക്സാം നടക്കുകയാണ്. അപ്പോൾ അതിന് ഇനി ഇംഗ്ലീഷ് നമുക്കൊരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു 3 months ടൈമാണ് അല്ലെങ്കിൽ 2 months ടൈമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഇംഗ്ലീഷ് എങ്ങനെ മോടി പിടിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൂടി ഉദ്ദേശിക്കുന്നത്. സോ CGL 2025 Tier 2 എക്സാമിനേഷന് നിങ്ങൾ ജയിക്കുകയോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇംഗ്ലീഷ് മാത്രമായിരിക്കും. QAയും RAയും അത്യാവശ്യം എല്ലാ ആൾക്കാരും ഒരു ലെവൽ വരെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ദർ ഇസ് എ സാച്ചുറേഷൻ ലെവൽ ഡെഫിനറ്റ്ലി. പിന്നെ നമ്മൾ പാനിക് ആവുന്നതും അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് കിട്ടാത്തതും അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻ വരുന്ന സമയത്ത് പിറകിലോട്ട് പോകുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവും. അല്ലാതെ സെക്ഷൻ 1നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ടൈം മാനേജ് ചെയ്തിട്ട് സെക്ഷൻ 1ൽ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ലെവലിലോ അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. എന്നാൽ സെക്ഷൻ 2 അങ്ങനെയല്ല. 45 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷാണ്, 25 ക്വസ്റ്റ്യൻ GK ആണ്. GK എന്തായാലും നമുക്കറിയാം നല്ല ലെവലിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. അപ്പം GKക്ക് എന്തായാലും നമുക്ക് 25 ക്വസ്റ്റ്യനിൽ 6 or 7 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു 10 ക്വസ്റ്റ്യൻ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതുണ്ടാവും. അല്ലെങ്കിൽ ഈവൻ കഴിഞ്ഞ Tier 2 വരെ 4-5 ക്വസ്റ്റ്യൻ മാത്രമേ GKയിൽ അറിയുന്നതുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇംഗ്ലീഷ് എന്നത് അപ്പോൾ അത് ഒരു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരേ ലെവലിൽ തന്നെയായിരിക്കും GK വരുന്നത്. എന്നാൽ ഇംഗ്ലീഷ് എന്നത് നമ്മൾ 45 ക്വസ്റ്റ്യനിൽ 10 ക്വസ്റ്റ്യൻ തെറ്റിയാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൽ നിന്ന് 40 മാർക്ക് പോയി. അപ്പോൾ ഇംഗ്ലീഷിൽ എറർ ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ എറർ എങ്ങനെ കുറച്ചുകൊണ്ട് നമുക്ക് മാക്സിമം ലെവലിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൂടെ ഞാൻ പറയുന്നത്. ഇംഗ്ലീഷ് മാത്രമാണ് ഇതിൽ ഞാൻ പറയുന്നത്. ബാക്കി Tier 2ൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ കൂടെ സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് വൊക്കാബുലറി, രണ്ടാമത്തത് ഗ്രാമർ പോർഷൻ, മൂന്നാമത്തത് നമുക്ക് കോംപ്രിഹെൻഷൻ പോർഷൻ. സോ വൊക്കാബുലറിയിൽ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സിനോണിം, ആന്റണിം വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ഓൾറെഡി പഠിച്ചൊരു ബുക്ക് ഉണ്ടാവും. അത് ഏതാണെങ്കിലും ഇത് ചിലപ്പം ബ്ലാക്ക് ബുക്ക് ആയിരിക്കും. മിക്കവാറും ആൾക്കാർ ബ്ലാക്ക് ബുക്ക് തന്നെ ആയിരിക്കും. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ വൊക്കാബ് എന്ന് പറഞ്ഞാൽ സിനോണിം, ആന്റണിം അൺലിമിറ്റഡ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫുൾ അറ്റൻഡ് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറി തന്നെ ബൈ ഹാർട്ട് ആക്കേണ്ടി വരും. അത് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സോഴ്സ്, ഏതെങ്കിലും ഒരു സോഴ്സ് ഉണ്ടാവുക, ആ സോഴ്സിന് പക്ക റിവിഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പം പഠിച്ചു വന്നത് ഇപ്പം ബ്ലാക്ക് ബുക്ക് ആണെങ്കിൽ വൈറ്റ് ബുക്ക് ഓഫ് വൊക്കാബുലറി ഉണ്ട്, ഫിസിക്സ് വാലയുടെ. ഇനി അല്ല ഇത് കിരണിൻ്റെ ഏതെങ്കിലും ബുക്ക് വെച്ചിട്ടാണ്, ഇനി അല്ല ഇത് നമ്മളെ വേർഡ് പവർ മേഡീസി ആണ്. ഏത് ബുക്കാണെങ്കിലും ആ ബുക്ക് വെച്ചിട്ട് നിങ്ങൾ പഠിച്ച വൊക്കാബിലെ സിനോണിം, ആന്റണിം, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ആ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓൾമോസ്റ്റ് 1500 ഉണ്ടാവും. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഓൾമോസ്റ്റ് 1500 റേഞ്ചിലുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യാം,
മാക്സിമം റിവിഷൻ കൊടുത്തിട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചത് പെർഫെക്റ്റ് ആക്കുക. പുതിയതിലേക്കൊന്നും കടക്കാതിരിക്കുക. കാരണം പുതിയതിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എൻഡ് ഇല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. നമുക്കറിയില്ല അത്രത്തോളം ഈ സിനോണിം ഒക്കെ ആന്റണിം ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ എന്താണോ പഠിച്ചത് അത് പെർഫെക്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യുക. അതിൽ വെച്ച് അതിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് നിങ്ങൾക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റണം. ഒരിക്കലും നിങ്ങൾ പുതുതായിട്ട് ഇനി വൊക്കാബ് പഠിക്കാൻ പോയിട്ട് ഓൾറെഡി നിങ്ങൾക്കുള്ള ബാക്കപ്പ് നിങ്ങൾ മറന്നു പോകരുത്. ഓൾറെഡി നിങ്ങൾക്കുള്ള ബാക്കപ്പ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവെക്കണം. ആ രീതിയിൽ നിങ്ങൾ വൊക്കാബ് റിവൈസ് ചെയ്ത് പോകുക. വൊക്കാബിൽ ഒരു മണിക്കൂർ വെച്ച് നിങ്ങൾ എന്തായാലും റിവൈസ് ചെയ്യണം. അതിനുശേഷം ഉള്ളത് ഗ്രാമർ പോർഷനാണ്. ഗ്രാമർ പോർഷൻ നമുക്കിപ്പം അത്യാവശ്യം നല്ല ലെവലുള്ള ഗ്രാമറാണ് ചോദിക്കുന്നത്. നമ്മൾ TCS പാറ്റേൺ 18 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് കാര്യമില്ല. അതിന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ബുക്ക് ഞാൻ പല വീഡിയോയിലും പറഞ്ഞതാണ്. 1997 ഓൺവേർഡ്സ് ഉള്ള കിരണിൻ്റെ ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്ക് നിങ്ങൾ പ്രിന്റ് ഔട്ട് തന്നെ എടുത്ത് വെക്കുക എന്തായാലും. ഇനിയല്ല നിങ്ങൾക്ക് വാങ്ങി വെക്കുക, അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. സോ ഈ കിരൺ പ്രകാശിന്റെ ഈ ബുക്ക് വെച്ചിട്ട് 1997 ഓൺവേർഡ്സ് ഉള്ള ഗ്രാമർ പോർഷൻസ്, സ്പോട്ട് ദെയർ ആണെങ്കിൽ ആക്റ്റീവ് പാസീവ്, ഈ രീതിയിലുള്ള സാധനങ്ങൾ ഗ്രാമർ പോർഷൻസ് നിങ്ങൾ എന്ത് ചെയ്യാം, ഡെയിലി ഒരു 45 മിനിറ്റ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു 4-5 ഏരിയ ഗ്രാമറിലുണ്ടെങ്കിൽ ഒരു 2 ദിവസം ഒരു ഏരിയ എടുക്കുക, അടുത്ത 2 ദിവസം നെക്സ്റ്റ് ഏരിയ എടുക്കുക, അതിൻ്റെ അടുത്ത ദിവസം നെക്സ്റ്റ് ഏരിയസ് എടുത്തിട്ട് ഇങ്ങനെ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ റൗണ്ട് ചെയ്ത് വെക്കുക. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് റൗണ്ട് ചെയ്ത് വെച്ചിട്ട് ആ റൗണ്ട് ചെയ്തത് മാത്രം നിങ്ങൾ പ്രോപ്പർലി റിവിഷൻ ചെയ്യണം. ഒരു 1 hour എങ്കിലും നിങ്ങൾ ഗ്രാമറിന് കൊടുത്തേ പറ്റും, ഗ്രാമറിന്റെ ഏരിയയിലേക്ക്. അതിനുശേഷമാണ് ഏറ്റവും വലിയ ഏരിയ വരുന്നത് കോംപ്രിഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ് ആൻഡ് PQRS. ഇതിലാണ് ഒരുപാട് തെറ്റ് നിങ്ങൾക്ക് വരുന്നത്. അത് നിങ്ങൾ കൃത്യമായ പ്രാക്ടീസ് കൊടുത്തേ പറ്റും. സോ കോംപ്രിഹെൻഷൻ നിങ്ങൾ ഡെയിലി ഒരു അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്യണം, ക്ലോസ് ടെസ്റ്റ് ഒരു അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്യണം, PQRS ഒരു അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്യണം. അതും ഈ ബുക്ക് വെച്ച്, കിരണിന്റെ ഈ ബുക്ക് വെച്ചിട്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അതിലാണ് ഒരുപാട് എറർ വരുന്നത്. പക്ഷേ ബിലീവ് മീ, നിങ്ങൾ ഒരുപാട് ഒരു 30, 40, 50 സെറ്റ് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 50 ദിവസം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എറർ നന്നായിട്ട് കുറയും. നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിൽ പെർഫോം ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കോംപ്രിഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ്, PQRS എന്ന് നമ്മൾ പറയുന്നത്, ഇപ്പം നമ്മുടെ മുന്നിൽ ഒരുപാട് സമയം അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പേഴ്സും ബാക്കി കാര്യങ്ങളും ഒക്കെ വായിച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നമുക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനുള്ള സമയമല്ല. 2 മാസത്തിൽ നമുക്ക് മാക്സിമം എങ്ങനെ ഔട്ട്പുട്ട് കിട്ടുമെന്നാണ് നോക്കേണ്ടത്. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ 1 hour ആൻഡ് 1.5 hour ഓൾമോസ്റ്റ് ഒരു 3.5 മണിക്കൂർ നിങ്ങൾ ഡെയിലി ഇംഗ്ലീഷിന് കൊടുത്തേ പറ്റൂ. ഇതിൽ കൂടുതൽ നിങ്ങൾ കൊടുക്കണോ എന്നത് നിങ്ങളുടേതായ ഇംഗ്ലീഷ് ലെവൽ അനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കണം. ഇതിൽ പലരും ചെയ്യുന്നത് കാര്യങ്ങൾ ഇംഗ്ലീഷിനുള്ള സമയം കൊടുത്ത് GKക്കുള്ള സമയം കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ ഇംഗ്ലീഷിന് നിങ്ങൾ എത്രത്തോളം സമയം കൊടുക്കുന്നോ അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. എന്നാൽ GKക്ക് നിങ്ങൾക്ക് കൊടുക്കുന്ന സമയത്തിന് ഒരിക്കലും നിങ്ങൾക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഈ ഒരു സമയം ഇംഗ്ലീഷിന് കൊടുക്കുക. ഇതിന് പുറമെ ഞാൻ മുമ്പ് പോലെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 1 ടെസ്റ്റ് എടുക്കണം, മാത്സിൻ്റെ ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കേണ്ടതുണ്ട്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം മാത്രം നിങ്ങൾ എന്തിനു കൊടുക്കുക, GKക്ക് കൊടുക്കുക. GK അൺപ്രഡിക്റ്റബിൾ ആണ്, പക്ഷേ ഇംഗ്ലീഷ് പ്രഡിക്റ്റബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സോ ഞാൻ ഈ പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സംഭവങ്ങളൊന്നുമല്ല. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ നമുക്ക് Tier 2 വേണ്ടി മാത്രം, ഇതൊരിക്കലും CGL 2026 Tier 1 എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതിൻ്റെ ഒരു സംഭവമല്ല. CGL 26 Tier 1 നമുക്ക് മുന്നിൽ ഒരുപാട് സമയം അവൈലബിൾ ആണ്. സോ മുന്നിൽ ഒരുപാട് ഇതിന് സമയം അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് ഇത്രയും ഷോർട്ടായിട്ട് നമുക്ക് എങ്ങനെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടാം എന്ന രീതിയിലേക്ക് ഞാൻ പറഞ്ഞത്. CGL 2026 Tier 1 വേണ്ടിയിട്ട് ഇംഗ്ലീഷ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഒരു ഇംഗ്ലീഷ് തീരെ പ്രിപ്പയർ ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസ് തൊട്ട് എങ്ങനെ ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാം. കാരണം ഇംഗ്ലീഷാണ് ഇനി തൊട്ടുള്ള ഡിസിസീവ് ഫാക്ടറായിട്ട് മാറുന്നത്. ഇംഗ്ലീഷ് ആയിരിക്കും. 2026 CGLലേക്ക് ഇംഗ്ലീഷ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ചെയ്യുന്നതാണ്. അതിന് നമ്മുടെ മുന്നിൽ ഒരുപാട് സമയം കിടക്കുന്നുണ്ട്. ഇതിപ്പം CGL 2025 Tier 2 വേണ്ടിയിട്ട് നിങ്ങൾ ഏത് രീതിയിൽ ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ടിപ്പാണ്. ആ ഒരു ടിപ്പിൽ കൂടെ തന്നെ എല്ലാവരും മുന്നോട്ട് നീങ്ങുക. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.